കേരളത്തിന് ഇപ്പോൾ 7.5 ശനിക്കാലമെന്ന ചടയമംഗലം എംഎൽഎ മുല്ലക്കര രത്നാകരൻ കടക്കൽ ഗ്രാമപഞ്ചായത്ത് നടപ്പു സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരൾച്ചയാണെങ്കിലും പെരുമഴയാണെങ്കിലും റബ്ബർ വെട്ടാൻ പറ്റാത്തതാണെങ്കിലും കിട്ടുന്നതിന്റെ വില കുറവാണെങ്കിലും സ്വർണത്തിന്റെ വില ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നതാണെങ്കിലും പിന്നെ സരിതാ നായരും ശാലു മേനോനും ഒക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിലും ഇന്നത്തെ കോടതിയിലെ പരാമർശമാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് ഏതാണ്ട് 7.5 ശനി പിടിച്ച കാലമായത്. ഇത് രാമായണ മാസമാണ്, നോമ്പ് കാലവുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ തലമുറ വേണം ഇതിൽ നിന്നൊക്കെ കേരളത്തെ രക്ഷിക്കാൻ. ഈ വർഷം ചടയമംഗലം മണ്ഡലത്തിലുണ്ടായ SSLCയുടെ മൊത്തം A+ന്റെ 48% ഈ കടക്കൽ പഞ്ചായത്തിലെ 2 സ്കൂളുകളിൽ നിന്നാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ അതുകൊണ്ട് മറ്റു സ്കൂളുകൾ കുറയണമെന്നല്ല, സ്റ്റേറ്റ് ശരാശരിക്ക് അപ്പുറമാണ് ഇപ്പൊ ചടയമംഗലം മണ്ഡലം. നമ്മൾ 5-6 വർഷം മുമ്പ് സ്റ്റേറ്റ് ശരാശരിക്ക് താഴെയായി. കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലത അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ജി രാജീവ് സ്വാഗതം പറഞ്ഞു. വികലാംഗർക്ക് പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ ബങ്കിന്റെ താക്കോൽദാനം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ശിവദാസൻ പിള്ള നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ഗോപാലകൃഷ്ണപിള്ള ഹോമിയോ ആശുപത്രിക്ക് വേണ്ടിയുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഗ്രന്ഥശാലകൾക്കുള്ള ഫർണിച്ചറുകൾ കടക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ മധു വിതരണം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പരിമളകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ RS ബിജു, CPIM ഏരിയ സെക്രട്ടറി S വിക്രമൻ, CPI കടക്കൽ മണ്ഡലം സെക്രട്ടറി S ബുഹാരി, വി സുബലാൽ, വി ബാബു, ലതിക വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ.